ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരുപാട് സാഹിത്യത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ ഒരിടക്കാലത്ത് വലിയ രീതിയിൽ സിസ്റ്റർമാരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആവിഷ്കാരം ഉണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ ഇപ്പോൾ നാടകത്തിലാണെങ്കിലും ഒക്കെ അതിനെതിരെയൊക്കെ സിസ്റ്റർ രംഗത്ത് വന്നതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതിനെയൊക്കെ ഏത് രീതിയിലാണ് കാണുന്നത്? അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ അത്രയും പാഷനേറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ളൊരു എനർജി അത് നിങ്ങൾക്കുണ്ടെന്നാണ്. ഇത് നമുക്ക് ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സന്യാസിനിയെ വളരെ മോഡസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എന്താണ് നല്ല ഡീസൻസി ആയിട്ടുള്ള ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അവര് ഏതെങ്കിലും ഒരു ആ കഥയെ തന്നെ ഒന്ന് മാറ്റിമറിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ലൈഫ് കൊടുക്കുന്ന വ്യക്തികളായിട്ടൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം വരെയൊക്കെ ഈ സന്യസ്തരെയും പുരോഹിതരെയും പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ സ്ഫടികം സിനിമ തന്നെ എടുക്കാം. ആ സിനിമയ്ക്കകത്ത് ആ വൈദികനുള്ള ഒരു റോൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അതിനകത്ത് നല്ല പ്രധാനപ്പെട്ട റോളാണിത്. അദ്ദേഹം ആ വ്യക്തിയുടെ ജീവിതത്തെ ഒരു സ്നാനം കൊടുക്കുന്നത്, വില കൊടുക്കുന്നത്, ചില ഉപദേശങ്ങൾ കൊടുക്കുന്നത്, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതിനിടയിൽ കുറെ രസകരമായ കാര്യങ്ങൾ അയാൾക്ക് അനുവദിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ. പക്ഷെ ഇതെല്ലാം മാറിയിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മൊത്തം ഞാൻ പറയില്ല കേട്ടോ, ഒരുപാട് മാധ്യമങ്ങൾ നമുക്ക് വേണ്ടി അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ഇപ്പോൾ ഇവിടെ വിളിച്ചിരുത്തിക്കുന്ന കാരണം തന്നെ സത്യം എന്താണെന്നും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലും സന്യസ്തരെയും പുരോഹിതരെയും അവതരിപ്പിക്കുന്നവരും ലോകത്തിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു പ്രവണത ഇപ്പൊ കേരളത്തിൽ ഒരു പ്രവണത കണ്ടുവരുന്നത്, ഏതെങ്കിലും ഒരു പുരോഹിതനെയോ അല്ലെങ്കിൽ വൈദികനെയോ ചേർത്ത് എന്തെങ്കിലും പറഞ്ഞാലേ അവരുടെ റീൽസിന് റീച്ച് ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിന് റേറ്റിംഗ് ഉള്ളൂ, അവരുടെ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഗസ്റ്റ് റോൾ ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമായിരിക്കാം ആ സിനിമയില്. പക്ഷെ അതിനകത്ത് അവരുടെ ഒരു ഇങ്ങനെ ട്രെയിലർ പല പോസ്റ്ററുകൾ വരുന്നത്, ട്രെയിലർ വരുന്നതിനൊക്കെ ഭയങ്കരമായിട്ട് ഈ വൈദിക വേഷത്തെ അല്ലെങ്കിൽ സന്യസ്ത വേഷത്തെ പ്രൊജക്ട് ചെയ്തിട്ട് ഇതിനകത്ത് എന്തോ മസാലയുണ്ട്, ഇതിനകത്ത് ഈ കന്യാസ്ത്രീ ഇന്നയാളും കൂടെ, അങ്ങനെ ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഇതെങ്ങനെ വന്നു പോയതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇനി ഈ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ കേരളത്തില് അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചേക്കുന്നത് എടുത്തായിരിക്കാം ഇവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അതിന്റെ പേരിൽ ഒരു ആപ്പിള് ചീഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ആപ്പിള് കഴിക്കില്ല എന്ന് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മളിത് പോകുന്നത്. ഓക്കെ, വ്യക്തികൾക്ക് വീഴ്ച ഉണ്ടാകാം, പക്ഷെ വ്യക്തികൾ വീണു എന്ന് കരുതി ആ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു ജീവിത അന്തസ്സോ ചീത്തയാവുന്നില്ല ഒരിക്കലും. അത് ഇവരോട് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോ ഏതെങ്കിലും നമുക്ക് ഈ പ്രസ്ഥാനം എന്ന് പറയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണല്ലോ. അതിനകത്തൊരു 10 പേരിൽ 2 പേര് ചീത്തയായാൽ ഓക്കെ, ആ 2 പേരെ കളയുക, 2 പേര് അവരുടെ ചെയ്തത് എന്താണോ അതിനെ തള്ളിപ്പറയുക. അതല്ലാതെ പ്രസ്ഥാനത്തെ മുഴുവൻ തള്ളിപ്പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ളതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമുക്ക് വീര്യം കൂടുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയുന്നവരോട് പിണക്കമില്ല, പക്ഷെ ശക്തിയുക്തം അത് തെറ്റാണെങ്കിൽ അതിനെ എതിർത്തിരിക്കും. നമ്മുടെ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീമാർ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണെങ്കിൽ പോലും താങ്കളെ അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ഛത്തീസ്ഗഡിലെ വിഷയം ചോദിക്കാതെ വിടാൻ കഴിയുന്നില്ല. സിസ്റ്റർ പറഞ്ഞ പോലെ അത്രയും നന്മ വിചാരിച്ച് ആ കുട്ടികളെയും കൊണ്ട് പോയവർ പെട്ടെന്ന് ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. അവർ ഒരിക്കലും മനസ്സിൽ പോലും കരുതാത്ത കുറ്റങ്ങൾ അവർക്ക് മേൽ ചുമത്തപ്പെടുന്നു. അത് ഏത് രീതിയിലാണ് അവരുടെ മനസ്സിനെ ബാധിക്കുക? സിസ്റ്റർ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കത് കേട്ടപ്പോ ഒരു വലിയ ഞെട്ടലായിരുന്നു. പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തുന്നതും ഞാൻ ഒരിക്കലും ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. കാരണം അതൊരു പ്രസ്ഥാനമാണ്. ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ ഇപ്പൊ ആ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു അടച്ചുറന്ന് തരട്ടെ എന്ന ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് സാധാരണ മനുഷ്യ സമൂഹത്തോട് ഒരു സിസ്റ്റം ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ മനുഷ്യ സമൂഹം വിശ്വസിക്കും. ഞാൻ എപ്പോഴും ഭരണഘടനയെ കുറിച്ച് പറയാറുണ്ട്, നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കിട്ട് ഒരു മുഖമടച്ചൊരെണ്ണം തടട്ടെ എന്ന് തന്നെയാണ് സ്ത്രീ ചോദിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം ഇന്നൊരു സിസ്റ്റേഴ്സിനെ സംഭവിച്ചു. നാളെ ഇത് ഇന്ത്യയിലെ സാധാരണക്കാരായ ഏതൊരു മനുഷ്യനും സംഭവിക്കാമെന്നല്ല. അതിനുശേഷം ഈ സ്ത്രീയുടെ 2-3 വീഡിയോ കൂടെ ഇറങ്ങിയത് ഞാൻ കണ്ടു. വളരെ ഭയാനകത തോന്നി.
അവരെക്കാൾ വളരെ ശോഷിച്ച ഒരു മനുഷ്യൻ, അവരെക്കാൾ എന്തുകൊണ്ടും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ തോളത്ത് തട്ടി, ചെകിടത്ത് തട്ടി, ചെവിയെ പിടിച്ച് വലിച്ച്, ഇങ്ങനെ എങ്ങനെയാണ് അത് പോലീസ് സ്റ്റേഷനിലാണെന്ന് ഓർക്കണം. നിയമം നിയമത്തിന് പാലകരാകേണ്ട സാധാരണ ജനമൈത്രി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ സാധാരണ ജനം സുരക്ഷിതരായിരിക്കുന്നത് എവിടെയോ അവിടെ വെച്ച് ഒരു സ്ത്രീ, ഞാൻ എപ്പോഴും പറയും, ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇങ്ങനെ മറ്റൊരാളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുകയും ഒരു മാനുഷിക പരിഗണന, മനുഷ്യന് അന്തസ്സ് കൊടുക്കാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത് കണ്ടു നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത, ഇപ്പൊ നമ്മൾ പറയും നമ്മളുടെ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു മനുഷ്യന്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും നിയമത്തിന്റെ മുൻപിൽ അവരെല്ലാവരും തുല്യരാണെന്നും നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും ഉണ്ട് എന്ന് ഉറപ്പു തരുന്ന ഒരു രാജ്യത്ത് ആ നിയമത്തെ പാലിക്കേണ്ട നിയമപാലകരുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊരു വൃത്തികേട്, ഇങ്ങനെയൊരു എന്താണ്, ചുമ്മാ പാമ്പിനെയും ചുമ്മാ പല്ലിയൊക്കെ ഇട്ട് തട്ടുന്നത് പോലെ ഒരു മനുഷ്യനോട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിശ്വാസ സംഹിത എന്തോ കുറച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ട് അവരങ്ങനെ ശത്രുതാ മനോഭാവത്തോടു കൂടി ചിന്തിച്ചു പോയൊരവസ്ഥയിൽ പെരുമാറിയത്. ഇത് ഒരിക്കലും ഒരു വ്യക്തിക്ക് നേരെ, ഇപ്പൊ ഞങ്ങൾ സമർപ്പിതർക്ക് ഇത് പുത്തിരിയല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ട് ഇതുകൊണ്ട് സമർപ്പിതരുടെ വീര്യം കെട്ടുപോകുമെന്ന് വിചാരിക്കരുത്. തലകീഴായി കുരിശിൽ കിടത്തി എന്താണ് അതോടുകൂടിയെങ്കിലും ഈ പത്രോസ്ലീഹ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതോടുകൂടി അയാളെ കൊന്നാൽ അതോടുകൂടി ക്രിസ്തുമതം അവസാനിക്കും എന്ന് വിശ്വസിച്ച് ഈശോയെ കുരിശിൽ തറച്ച് കൊന്നതിന് പോലെ തലകീഴായി കുരിശിൽ തറച്ച് കൊന്ന ആ ഒരു പത്രോസ്ലീഹായുടെയും അവിടുന്നൊക്കെ വിശ്വാസം കേട്ട് അങ്ങനെ ഒരു ചരിത്രം കത്തോലിക്ക സഭയ്ക്കുണ്ട്. അവിടുന്ന് അതെല്ലാം എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ച് ഇനിയും ലോകമുള്ള കാലത്തോളം കത്തോലിക്ക സഭ ഉണ്ടാകും. സന്യസ്തരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിശബ്ദരാക്കാൻ നോക്കിയാലും കൂടുതൽ ഉച്ചസ്വരത്തിൽ, കൂടുതൽ ധൈര്യത്തോടു കൂടി ഇനിയും യുവതലമുറ കടന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരട്ടെ, മുന്നോട്ട് പോകാനാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു.